ഡിഷ് വാഷ് ലിക്വിഡ് ലോ കോസ്റ്റിൽ ആസിഡ് സ്ലറിയും കാസ്റ്റിക് സോഡയും ഇല്ലാതെ എങ്ങനെ നിർമ്മിച്ചെടുക്കാം വീട്ടിലാണെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളെ ചെറിയ ചെറിയ ബിസിനസ് പർപ്പസിനാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുലേഷൻ നമ്മൾ കണ്ടുപിടിച്ചാണ് കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ ആസിഡ് സ്ലറിക്കും അതുപോലെ തന്നെ ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന എല്ലാ മെറ്റീരിയൽസിനൊക്കെ നല്ല റേറ്റാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാം ഒന്ന് മറികടന്നിട്ട് എങ്ങനെ നമ്മൾ സെയിൽ ചെയ്യണം കസ്റ്റമേഴ്സിന്, ഒരുപാട് റേറ്റിന് നമുക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഫോർമുലേഷനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, യൂസ് ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് 50 ലിറ്റർ തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇത് സാൾട്ടാണ്, 3 കിലോ സാൾട്ട്, SLS നീഡിൽ ഒരു 900 ഗ്രാം, സാൾട്ട് 3 കിലോ. ഓക്കെ, അതിന് ശേഷം വരുന്നതാണ് HPMC പൗഡർ ഒരു 200 ഗ്രാം. ശേഷം നമ്മൾ SLES ലിക്വിഡും അതിൽ കൂടെ നമ്മളെ ഫോർമുലേഷനും മിക്സ് ചെയ്ത ഫോർമുലേഷനാണ് 5 ലിറ്റർ. അത് ഹൈ ക്വാളിറ്റി ഫോർമുലേഷൻ നമ്മളിതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ കമ്പനി സീക്രട്ടാണ്. ഇതിൻ്റെ കിറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരും. പിന്നെ ഇത് കളറ്, അത് പെർഫ്യൂം. അപ്പോൾ എത്ര പെർഫ്യൂം 100-110 ml ചേർക്കാം. പിന്നെ ഇത് 50 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റോ ക്യാനോ, പിന്നെ 2 10-ൻ്റെ ബക്കറ്റ്, 10 ലിറ്റർ കൊള്ളുന്ന ബക്കറ്റ്. ഇത് 50 ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഫുള്ള് വെള്ളം എടുത്തതിന് ശേഷം ഞാൻ 2ലേക്ക് മിക്സ് ചെയ്തത്. നമ്മളെ മിക്സർ മെഷീനാണ്, കുട്ടി മിക്സറല്ലോ, അങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. മിക്സിങ്ങിന് നല്ല പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഒരു 15 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ SLS നീഡിൽ 900 ഗ്രാം എടുത്തത് ഇതിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു 10 ലിറ്റർ വെള്ളം 2 ചെറിയ ബക്കറ്റിലേക്ക് മാറ്റിയെടുക്കുക. 10 ലിറ്ററിൻ്റെ കുറച്ച് വലുപ്പം കൂടിയ ബക്കറ്റാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് അത് തുളുമ്പി പോകാറുണ്ട് പതിവ്. കാരണം വലിയ ഡ്രം എടുക്കുമ്പോൾ എല്ലാ ദിവസവും ഫുള്ളായിരിക്കും. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓക്കെ, ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് പതിയും നേരമൊക്കെ ഒരുപാട് വരാതെ ശ്രദ്ധിക്കുക. കാരണം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റാണ് അത് മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ സമയത്ത്. അപ്പോൾ നന്നായിട്ട് ഹുക്കോടെ, നല്ല ഹുക്ക് എന്ന് ഉദ്ദേശിച്ചാൽ നല്ല എന്താ പറയുക, നല്ല എന്താ ഭാഷ ഉപയോഗിക്കുക നിങ്ങളുടെ അടുത്ത്, ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത 2 ബക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നോ, അതിൻ്റെ കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ മതി. കണ്ടോ, ഇതുപോലെ കിട്ടിയാൽ മതി. ശേഷം ഇത് റെഡിയാക്കിയതിന് ശേഷം ഇതേ ബക്കറ്റിൽ തന്നെയാണ് നമ്മൾ ബാക്കിയെല്ലാം മിക്സ് ചെയ്തതും ഒഴിക്കേണ്ടത്. ആദ്യം ഇതിലാണ് ഏറ്റവും വലിയ ബക്കറ്റ് എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അതിലാണ് ആദ്യം നീഡിൽ ചേർത്ത് അതിൽ 15 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. ശേഷം നമ്മൾ ആ ചെറിയ ബക്കറ്റിലേക്ക് ഒന്നിലേക്ക് ആദ്യം സാൾട്ട് മിക്സ് ചെയ്യുക. 10 ലിറ്റർ വെള്ളത്തിലേക്ക് സാൾട്ട് ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 25 ലിറ്റർ വെള്ളമായിട്ടോ. അപ്പോൾ 25 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതും കൂടി മിക്സ് ചെയ്ത്, സാൾട്ട് മിക്സ് ചെയ്യുന്നത് മിഷനിലും ആണെങ്കിൽ മിക്സ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, കയ്യിലെടുത്ത് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും അലുമിനിയം പാത്രങ്ങളോ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, കെമിക്കൽ റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പ്ലാസ്റ്റിക്കും സ്റ്റീലൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ കയ്യിൽ മാസ്കും പിന്നെ ഗ്ലൗസും ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. മാസ്കും ഗ്ലൗസും പിന്നെ ഹെയർ ക്യാപ്പും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഞാൻ ഇട്ടിട്ടില്ലാന്ന് വിചാരിച്ച ഒരു പ്രചോദനം ആക്കണ്ട. അപ്പോൾ ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം HPMC പൗഡർ, നെക്സ്റ്റ് വരുന്ന 10 ലിറ്റർ വെള്ളത്തിലേക്ക് HPMC പൗഡർ. ഇതെപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ പറയലുണ്ട്. ഇതിങ്ങനെയാണ്, ആദ്യം ഈ വെറും വെള്ളം തന്നെ ഒന്ന് മിഷനിലിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒന്നിലേക്കാണ് ഇട്ടിട്ട് മിക്സ് ചെയ്തത്. ഞാൻ ആദ്യം ഫാസ്റ്റ് കുറക്കുന്നുണ്ട്, കാരണം വെള്ളം തുളുമ്പി പോകും ആദ്യം തന്നെ. അത് ഒന്നുകൂടെ എൻ്റെ നിന്ന് തുളുമ്പി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിൻ്റെ അപ്പം തന്നെയാണ് ഈ പൗഡറും ഇട്ട് മിക്സ് ചെയ്യേണ്ടത്. രണ്ടും ഒന്നിച്ചെന്നെ നടക്കണം, 2 പ്രോസസ്സും. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് അവിടെ അത് മിക്സ് ആകാൻ ബുദ്ധിമുട്ടായി പോകും. നല്ല തിക്ക് ചെയ്യും സാധനം. കണ്ട, എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ തന്നെ വെള്ളം പോയി. അപ്പോൾ അത് കുറച്ചും കൂടി വലിയ ബക്കറ്റും കൂടി എടുത്താൽ അത്രയും നല്ലത്. ഇതിപ്പോൾ 15 ലിറ്ററിൻ്റെ 20 ലിറ്റർ കൊള്ളുന്ന ബക്കറ്റാണ്, ഞാൻ 10 ലിറ്ററാണ് വെള്ളം എടുത്തത്. അപ്പോൾ എന്നിട്ടും വെള്ളം തുളുമ്പുന്നുണ്ട്. അത് ആ മിഷൻ്റെ ഫാസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അത് ഒന്നിലിടുമ്പോൾ തന്നെ നല്ല ഫാസ്റ്റാണ്. ഇതാണ്ട കുറേ താഴെ പോയി. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ ബക്കറ്റ് എടുത്താൽ അത്രയും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ കട്ടി കൂടിക്കൊണ്ടിരിക്കും പൗഡർ.
നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്ന കട്ടിയാവും. ഇപ്പം ഞാനിതിൻ്റെ ഫാസ്റ്റ് ഇട്ടിട്ടുണ്ട്, 5-ലേക്കാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. 5-ലിട്ടിട്ടും വലിയൊരു എന്താ പറയുക, അത്ര വലിയൊരു ഫാസ്റ്റ് കിട്ടണില്ല. നല്ല കട്ടിയായിട്ടുണ്ട്. അത്രയും നല്ല കട്ടിയാണിത് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ മിക്സിങ് ഇങ്ങനെയാണ്. ചെറിയ പൊടിയൊക്കെ കാണുന്നുണ്ട്, അത് ആ മെഷീനിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ തുരുമ്പിൻ്റെ ഒരു ഭാഗം കഴുകി പോയതാണ്. ശേഷം ഈ വെള്ളം കൂടി മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മിക്സഡ് ആക്കിയിട്ടുള്ള ഫോർമുലേഷൻ ഉണ്ടല്ലോ, SLESൻ്റെ കൂടെ നമ്മളെ ഫോർമുലേഷൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ആ ബക്കറ്റിലേക്ക് ഒഴിക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞു, ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇതിൻ്റെ ആ ഒരു കട്ടി കണ്ട നല്ല തിക്നെസ് ഉണ്ടാവും വെള്ളത്തിലേക്ക് തന്നെ. പിന്നെ നമ്മൾ കളർ എത്ര ആവശ്യം അനുസരിച്ചിട്ടുള്ള കളർ ആദ്യം ഒഴിക്കുക. യെല്ലോ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷിന്. ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുക, പച്ചയോ നീലയോ ഇതാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ മഞ്ഞ കളർ യൂസ് ചെയ്ത് ശേഷം ആ ഫോർമുലേഷനും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ പെർഫ്യൂമും, ഈ ഫോർമുലേഷൻ മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കളറും പെർഫ്യൂമും ഒഴിച്ച് ഞാൻ ഇതിലേക്ക് എല്ലാം തിക്നെസ് എല്ലാം ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം മിക്സ് ചെയ്യാൻ ഒരുപാട് പാടുപെടും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊക്കെ ചെയ്യുക. ഞാൻ 120 ml വെച്ചിട്ടുണ്ട്. 110 ml മതിയാവും. ഞാൻ 120 ml 10 ml കൂടുതൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചുള്ള പെർഫ്യൂം ആഡ് ചെയ്യുക. പെർഫ്യൂം കുറച്ച് കൂടി വെച്ചിട്ട് ലിക്വിഡിനൊന്നും വ്യത്യാസം വരാനൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഫോർമുലേഷൻ. ഇപ്പോൾ ഈ ഫോർമുലേഷൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. കെമിക്കൽ പ്രോഡക്റ്റ് എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് പതയും നിരയൊക്കെ വന്ന്, കാരണം ഒരു ഹെൽപ്പിങ്ങിന് ഒരാളില്ല, ഒരാൾ മാത്രമേ ക്യാമറ എടുക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2-3 ആൾക്കാർ വേണം ഇത് ചെയ്യുന്ന സമയത്ത്. കുറച്ചൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല. വലിയ വലിയ പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വീഡിയോ എടുക്കുമ്പോഴും 2-3 ആൾക്കാർ വേണം. ഇത് സാൾട്ടിൻ്റെ വെള്ളം കേട്ടോ. അടുത്ത സാൾട്ടിൻ്റെ വെള്ളം കൂട്ടണം. അത് അരച്ചിട്ട് കൂട്ടാം, ഇല്ലെങ്കിൽ അതിൻ്റെ കച്ചര മണൽ പിന്നെ പൊടിയൊക്കെ അടിഭാഗത്തുണ്ടാവും. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു അരിപ്പ് എടുത്ത് അരിച്ച് കൂട്ടുക ഇതിലേക്ക്. അത് നന്നായിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ടോട്ടലിൽ നമ്മൾ 35 ലിറ്ററോളം വെള്ളം ഇതിലേക്ക് ടോട്ടൽ നമ്മൾ ചേർത്തു. നന്നായി അരിച്ചെടുത്തിട്ടാകുമ്പോഴത്തേക്ക് അടിയിൽ ഒരുപാട് പൊടിയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അരിപ്പയിലും പൊടിയുണ്ടതാ, ഇവിടേക്ക് പൊടി കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് വേണ്ട, ഇത് വേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു കട്ടിയും ഇതൊക്കെ ഇങ്ങനെയാണുള്ളത്. നമുക്ക് മോട്ടർ ഇട്ടിട്ട് അപ്പം അതിലേക്കൊന്ന് ഉൾക്കൊള്ളിക്കുക. ശേഷമല്ല, അവസാനമാണ് ഞാൻ ബാക്കി വരുന്ന വെള്ളം ചേർക്കുന്നത്. കാരണം ഇത് കുറച്ച് 50 ലിറ്റർ കറക്റ്റ് കൊള്ളുന്ന ഒരു ഡ്രമ്മാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ HPMC പൗഡർ കലക്കിയ വെള്ളമാണ്. ഇതും കൂടി അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ ബാക്കിയുള്ള വെള്ളം എത്ര ഉൾക്കൊള്ളാൻ പറ്റുമോ അത്ര ഉൾക്കൊള്ളിക്കുക. ഇപ്പോൾ ടോട്ടലിൽ 35 ലിറ്ററാണ് ഞാൻ വെള്ളം ഇതിലേക്ക് ഇപ്പോൾ എടുത്തത്. ബാക്കി 15 ലിറ്ററും കൂടി ഒഴിക്കാനുണ്ട്. ആ 15 ലിറ്ററിൽ 5 ലിറ്റർ നമ്മളെ ഫോർമുലേഷന് വന്ന് അപ്പോൾ 40 ലിറ്ററായി. ബാക്കി വരുന്ന ബാലൻസ് 10 ലിറ്റർ ഉണ്ട്. ആ 10 ലിറ്റർ വെള്ളം ഇതിൻ്റെ കൂടെ തന്നെ മാക്സിമം ഒഴിച്ച് കൊടുക്കുക. എത്രത്തോളം ഒഴിക്കാൻ പറ്റും എന്നുള്ളത് അത്രത്തോളം ഒഴിച്ച് കൊടുക്കുക. ശേഷം മോർണിംഗിൽ ഒരു ദിവസം വെച്ചിട്ട് മോർണിംഗ് എടുക്കുന്ന സമയത്ത് ഈ പതിയെ നിരയൊക്കെ അതിലേക്ക് താണിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടാവും അതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് കുറച്ചായിട്ട് വെള്ളം കൂട്ടി നന്നായിട്ട് ഈ മിക്സർ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ സെറ്റാവും. കയ്യിൽ കൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കിയാലും കുറച്ച് പാടാണ്. ചെയ്യാൻ പറ്റും, കുറച്ച് പാടാണ്. അതുപോലെയല്ല, മെഷീനാകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കട്ടി കാണുന്നില്ലേ, നല്ല കട്ടിയാണ്. ചില ആൾക്കാർക്ക് ഒരുപാട് എടുക്കുമ്പോൾ ഇപ്പോൾ 200 ലിറ്ററൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് മെഷീൻ്റെ ആ ഒരു ബ്ലെൻഡർ താഴത്തോളം എത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിങ്ങിൻ്റെ അടുത്ത്
മുകളിൽ മാത്രം മിക്സ് ആവും, താഴെ ആകുമ്പോഴത്തേക്ക് അത് വെള്ളം പോലെ ഇതാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നം വരും. നല്ല മിക്സിങ് നല്ല പ്രോപ്പറായിട്ട് മിക്സ് ആവണം, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരും. കളർ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കളർ ചേർത്തിട്ടാ. എനിക്ക് കുറച്ച് കളർ കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് അതിനനുസരിച്ചിട്ടുള്ള കളർ ആഡ് ചെയ്താൽ മതി. അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് കട്ടും. ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ടാണ് ഇടയ്ക്ക് മൂക്ക് വലിയൊക്കെ ഉള്ളത്. വീഡിയോ എടുത്ത് മുമ്പേ എടുത്തിട്ടുണ്ട്, വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു, അതാണ്. പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അങ്ങനെ വഴിയിലായിപ്പോൾ ഒരുപാട് കസ്റ്റമർ എന്നോട് ചോദിക്കുന്നുണ്ട് ഡിഷ് വാഷിൻ്റെ വീഡിയോ. അങ്ങനെയാണ് ഞാനിത് അയക്കുന്നത്. പിന്നെ ഒരുപാട് വാട്സപ്പും പിന്നെ യൂട്യൂബിലും ഒക്കെ ആൾക്കാർ ചോദിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ബാക്കി വരുന്നിടത്തു നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇതിൽ തന്നെ കൂട്ടുന്നുണ്ട്. ഏകദേശം ഒരു 3-4 ലിറ്ററോളം ബാലൻസ് ഉണ്ടാവും. അതിപ്പോൾ നാളെ രാവിലേക്ക് ഞാൻ ചെയ്യും അത് ചെയ്യുന്ന സമയത്ത്. ബാക്കിയൊക്കെ ഇപ്പോൾ ഏകദേശം ഈ 47 ലിറ്ററോളം വെള്ളം ഞാൻ ടോട്ടലി ഇപ്പോൾ അളന്നെടുത്ത് കൂട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കളർ കുറച്ച് കുറവായതുകൊണ്ട് അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ കട്ടിയിൽ വെള്ളം കൂട്ടിയിട്ട് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആവില്ല, കുറച്ച് ടൈം എടുക്കും. ഒരു മിനിറ്റൊക്കെ മിക്സിങ്ങിന് തന്നെ വേണം മെഷീനിൽ. അപ്പോൾ കയ്യിൽ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ടൈം വരും. നന്നായിട്ട് മിക്സ് ചെയ്യുക, മിക്സിംഗ് ആണ് മസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ മാസ്കും ഗ്ലൗസും ഹെയർ ക്യാപ്പും ഒക്കെ ഇട്ട് തെറിച്ചതിന് ശേഷം മാത്രം ലിക്വിഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നാൽ മതി. പിന്നീട് അത് എപ്പോഴും ശ്വാസത്തിനായാലും നമ്മളെ കണ്ണിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും കെമിക്കലാകുമ്പോൾ. ചിലവർക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് വരും, അലർജി എല്ലാം ഉള്ളവർക്കൊക്കെ. അപ്പോൾ മാക്സിമം ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്തതിന് മാത്രം നമ്മൾ പ്രൊഡക്ഷനിലോട്ട് ഇറങ്ങിയാൽ മതി. ഇതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലായിടത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരും. നിങ്ങൾ സാധനം യൂസ് ചെയ്തതിന് ശേഷം സെപ്പറേഷൻ കെമിക്കൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ അയച്ചു തരുന്നതാണ്. പെർഫ്യൂമും ഒക്കെ നമ്മളടുത്തുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കുന്നവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 10 പ്രൊഡക്റ്റോളം വരുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് തയ്യാറാക്കി എടുക്കുന്നതിന് ഇതിൻ്റെ ലോണും കാര്യങ്ങളും കൊട്ടേഷൻസും ഒക്കെ നമ്മൾ കൊടുക്കും. ഒരുപാട് യൂണിറ്റ്സിന് നമ്മൾ കൊട്ടേഷൻസ് കൊടുത്തിട്ട് കെമിക്കൽസും മെഷീനറീസും ആയിട്ട് അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെറ്റ് ബോട്ടിൽസ്, സ്റ്റിക്കർ, ലാബിൾസ് എല്ലാം ഉണ്ട്. അതിൻ്റെ ഡിസൈൻസ്, ലോഗോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നിങ്ങളൊരു ലോൺ എടുത്തിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും കേട്ടോ. PMGP സ്കീമിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക. PMGP സ്കീമും പിന്നെ അതുപോലെ തന്നെ നമ്മളെ MMG മാർജിൻ മണി ഗ്രാൻഡ് ടു നാനോ യൂണിറ്റ് എന്നുള്ള സ്കീമുണ്ട്, മുദ്ര ലോണുണ്ട്. അങ്ങനെ കുറേ ലോണൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അതൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലേക്ക് വേണ്ട കൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളെ ഷോപ്പ് വരുന്നത് ബാക്കല ജംഗ്ഷനിലും ഉണ്ട്, കല്ലൂരാവിയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഇതെടുത്ത് വെച്ചിട്ട് 8-10 മണിക്കൂറിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. നല്ല കട്ടിയോട് കൂടിയിട്ട് നമ്മളെ ലിക്വിഡ് വന്നിട്ടുണ്ട്, നല്ല തിക്കോടെ കൂടിയിട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് വരുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ജെല്ല് ടൈപ്പിലായിരിക്കും ലിക്വിഡ് ഉണ്ടാവല്. അപ്പോൾ ഇതെല്ലാവരും മാക്സിമം ഉണ്ടാക്കിയിട്ട് നമ്മളെ യൂട്യൂബിലേക്ക് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഉപയോഗിച്ചിട്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ലിക്വിഡിൻ്റെ എന്ത് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഇത് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ വീഡിയോ വരുന്നത് നോട്ടിഫിക്കേഷൻ ആരെയും കിട്ടുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.